എല്ലാവർക്കും നമസ്കാരം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ ആണുള്ളത്, എക്സാമിനേഷൻ ഇല്ല. ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 20 മാർച്ച് 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ടെക്നിക്കൽ ഓഫീസർ, ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികയാണ്. ടെക്നിക്കൽ ഓഫീസറിലേക്ക് 41,310 രൂപ മാസം സാലറി ലഭിക്കുന്നതാണ്. ടെക്നീഷ്യനിലേക്ക് 22,140 രൂപയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് 21,600 രൂപയും മാസം സാലറി ലഭിക്കുന്നതാണ്. 45 വയസ്സ് വരെയാണ് ടെക്നിക്കൽ ഓഫീസറിന്റെ ഏജ് ലിമിറ്റ്. ടെക്നീഷ്യന്റെ 40 വയസ്സ് വരെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MCA അല്ലെങ്കിൽ BTech ഇൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യനിലേക്ക് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് നോളജ് ഇൻ ഹാർഡ്വെയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് +2 സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെന്റിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ടെക്നിക്കൽ ഓഫീസറിലേക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ടെക്നീഷ്യനിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. 20 മാർച്ച് 2026 6 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്കാണ് ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ടത്. കൂടാതെ ഡോക്യുമെന്റ്സും ഉണ്ട്. ഇതിനോട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്